അത് നീ കേൾക്കണം. ആ പറ കേക്കട്ടെ. ഏത് പോയിന്റിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല. ഞാൻ ആ കാട്ടിനകത്താവപ്പെട്ടു. കൂടെ നടന്നു വന്നവരെന്നല്ല, സഹായത്തിന് ആരെയും കണ്ടു കിട്ടാത്തതുകൊണ്ട് തന്നെ ഉള്ളിൽ പേടി കൂടി വന്നു. ഞാനാണ് ദിശ തെറ്റിയ തോണി പോലെ എങ്ങോട്ടെന്നല്ലാതെ നടന്നു. പെട്ടെന്ന് ആരോ എൻ്റെ പിന്നാലെ വരുന്ന പോലെ തോന്നി. ഞാൻ ചുറ്റും നോക്കി ഓടാൻ. മതി പണ്ടത്തെ ആ ടൈം ലൂപ്പ് മുതലേ ഇങ്ങനെ ഓരോന്ന് കേൾക്കുന്നതല്ലേ. നിർത്ത്, ഞാനിപ്പ വരാം. ഒന്നല്ല. ഹലോ. റോങ് അടിക്കാതെ ഞാൻ പറയണത് ആദ്യം കേക്ക്. ഇല്ല, നീ പറഞ്ഞോ. എടാ, എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, ലാവണ്യ എന്ന പേര്. സൈക്കാട്രിസ്റ്റ് ആണ്. നാളെ ഓഫ് ഡേ ആയതുകൊണ്ട് അവർ വീട്ടിൽ കാണും. നീ ഒന്ന് പോയി കാണും. സൈക്കാട്രിസ്റ്റാ? അതൊന്നും ശരിയാവൂല. എനി ബെറ്റർ പ്ലാൻ യു ഹാവ്? ഇല്ല. ദെൻ ഗോ ആൻഡ് മീറ്റ് ഹർ. ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സിതി, ഞാൻ പിന്നെ വിളിക്കാവേ, കുറച്ച് പണിയുണ്ട്. ബൈ. ലാവണ്യ ആദ്യമായിട്ട് സൈ ചെയ്തിട്ട്. എന്താവോ എന്താ. ഹായ്, ഐ ആം ലാവണ്യ. സിദിൻ. ഇയാൾക്ക് അതിഥി എങ്ങനെയാ പരിചയം? ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആയിരുന്നു. ഓക്കെ, സോ ടെൽ മീ സിദിൻ, എന്താണ് തനിക്ക് പറയാനുള്ളത്? ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്ന പേടിയാ ഡോക്ടർ. ഓക്കെ, അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഞാനത് പറയാം ഡോക്ടർ. കാണുന്നതെല്ലാം സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ പോണ അവസ്ഥയാണ് എനിക്ക്. കൂടെ ഉള്ളവരും കൂടെ ഉണ്ടായിരുന്നവരും എല്ലാം പരസ്പര ബന്ധമില്ലാതെ വന്നു പോകും. ഇടയ്ക്ക് കൊച്ചിയിലായിരുന്നപ്പോൾ എവറിത്തിങ് വെൻറ്റ് ടു നോർമൽ സ്റ്റേജ്. എന്നാൽ ഇപ്പം വീണ്ടും തുടങ്ങി. ഡോക്ടറിന് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. യാ, ഐ അണ്ടർസ്റ്റാൻഡ്. സിദിൻ ഇന്നേ വരെ കണ്ട ഡ്രീംസിൽ എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാത്തതായി തോന്നിയിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. കോവിലിനടുത്ത് കണ്ട പെൺകുട്ടി. സോറി? അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നല്ല, പലവട്ടം. പക്ഷേ ഒരിക്കൽ പോലും ആ മുഖം ക്ലിയർ ആയിരുന്നില്ല. ഓക്കെ, സിദിൻ ഒനേറോഫോബിയ ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സ്വപ്നങ്ങളെ പേടിക്കുന്ന സിറ്റുവേഷൻസിനോടുള്ള ഒരു തരം സൈക്കോളജിക്കൽ റിയാക്ഷനാണ് ഈ ഒനേറോഫോബിയ. ഐ വിൽ എക്സ്പ്ലെയിൻ. ഒനേറോഫോബിയ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അതിപ്പോൾ നൈറ്റ്മെയർസ് ആയിട്ട് റിലേറ്റ് ആയ എന്തെങ്കിലും പാസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് കാരണം, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് വഴി, ഓർ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ പഠിച്ചെടുത്ത ചില ഹാബിറ്റ്സ് ആൻഡ് മേ ബി കൾച്ചറൽ ബിലീഫ്സ്. ഓൾ ദീസ് ജനറൽ ഇൻഫോ വിച്ച് ഹേ, ആർ യു ഡേ ഡ്രീമിംഗ്? സിദിൻ, ആർ യു ഓക്കെ? അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? കൗൺസിലിംഗ് വഴി ഓർ CBT വഴി ഇതിനെ ഓവർകം ചെയ്യും. CBT means cognitive behavior therapy. We can find out root cause of this fear and relaxation techniques പഠിക്കാം. ഗ്രാജുവലി ഡ്രീംസിനോടുള്ള ഈ പേടി ഒരു കൺട്രോൾഡ് എൻവയറമെൻറ്റിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഡോക്ടർ, സിദിൻ പേടിക്കണ്ട. ആ ലെവലിലേക്ക് പോകാൻ മാത്രം പ്രശ്നം ഇപ്പോൾ തനിക്കില്ല. താങ്ക് യു ഡോക്ടർ. അതിഥി പറഞ്ഞു, യു ആർ എ ഷോർട്ട് ഫിലിം ഡയറക്ടർ ആൻഡ് കറന്റ്ലി ഓൺ എ ബ്രേക്ക് നൗ. ആസ് പെർ മൈ അഡ്വൈസ്, യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. മേ ബി അതൊക്കെ ഈ ഇഷ്യൂ ഓവർകം ചെയ്യാൻ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തേക്കും. വിൽ ട്രൈ മൈ ബെസ്റ്റ് ഡോക്ടർ. താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ. അങ്ങനെ ആ വിസിറ്റ് കഴിഞ്ഞു. നല്ല സ്പ്രേ. പെണ്ണ് കൊള്ളാം. അറിയുന്നുണ്ട്. വേണ്ട, ആ നോട്ട ശരിയല്ല. കടവുള് തേങ്ങ. എന്താ പ്രശ്നം? ഇല്ല, ഒന്നുമില്ല.
ഒന്നുമില്ലാത്തോണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിയത്. കുറെ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു. അല്ല അത് പിന്നെ ഇവളെന്തോ നിന്റെ മുമ്പിൽ നവരസം കളിക്കണം. ഞാൻ ചുമ്മാ പറഞ്ഞത് അസുദിനെ. എൻ്റെ പേരെങ്ങനെ അറിയാം? അറിയാം. പറ, എങ്ങനെ അറിയാം? അനി കൊച്ചി പഠിച്ചിരുന്നപ്പോ നിന്റെ ഒരു LB സാറുണ്ടായിരുന്നില്ലേ, അനൂപ്? അതെ. ആ അനൂപ് ഈ അനുപമയുടെ ഏട്ടന. ഐ ശരി. ദൈവമേ, എനിക്കും കൂടെ ചേർത്ത് എവിടെ പൈസ കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ചേട്ടാ യൂറോപ്പിൽ പോകുന്ന നിന്നോട് പറഞ്ഞായിരുന്നോ? ഓ, ലാസ്റ്റ് വിളിച്ചപ്പോൾ അതേപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. അല്ല, ഇതിനിടയ്ക്ക് അനുവിന് എന്നെ എങ്ങനെ മനസ്സിലായി? ചേട്ടൻ പറഞ്ഞറിയാം. ആ, പിന്നെ ഏതൊരു ഫെസ്റ്റിലുള്ള നിന്റെ ഒരു പിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കേ. അല്ല, LLB കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ അടുത്ത പ്ലാൻ? LLB കഴിഞ്ഞതൊന്നും പറയാതിരിക്കണതാണ് ഭേദം. എവിടെയോ കണ്ട്. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, വീണ്ടും ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നീ ഇപ്പോൾ ബാക്കി പറ, നമുക്ക് പോവാം. ഓ അളിയ, അപ്പം പറഞ്ഞു വന്നത് കൊച്ചിയിൽ നിന്ന് എന്തോ വന്നതായിരുന്നു. അപ്പോഴാണ് അടിയും വഴക്കും ഒക്കെ നടന്നത്. അന്ന് പിന്നെ എല്ലാം കൂടെ വലിച്ചു വാരി കിട്ടിയതിന് ശേഷം പിന്നെ തമ്മിൽ ഇപ്പോഴാണ് കാണുന്നത്. അത് നമുക്കെല്ലാം പറഞ്ഞ് സോൾവ് ആക്കളിയാ. അടുത്ത ആഴ്ച ആവട്ടെ. അളിയ ഇവിടെ 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 അയ്യോ ശരി, അപ്പോൾ ഓടാ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ടർഫ് മാച്ച്. 7 വെള്ളി കാലിച്ചു അളിയ മച്ചാനെ. എന്താ എണിയും കൊണ്ടാണോ വരവ്? മോനെ സുഖമല്ലടാ? സുഖം. നീ ആ ജംഗ്ഷൻ അടുത്തുള്ള ടർഫ് വാങ്ങാൻ പോണെന്നിട്ട് ഉള്ളതില്ലേ? വാങ്ങാൻ പോണെന്നല്ല, വാങ്ങി. എന്തായാലും നിന്നെ കണ്ടത് നന്നായി. നെക്സ്റ്റ് വീക്ക് നിക്ക് ഫണ്ട് എങ്ങനെ ഇറക്കി? അമ്മാവ് ഇരിക്കല്ലേ അളിയ. അങ്ങേരെ വീതി അളിയ അതാര്? ഫ്രണ്ടടാ. എടാ പിന്നെ ഞാൻ ടർഫിലൊരു സ്ലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ദേവികനെയും മാനവിനെയും കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരൊക്കെ ഉണ്ട്? വേറെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടടാ. ആ പിന്നെ ഇങ്ങനെയല്ലേ ചിലവൊന്നും ഒതുക്കാൻ പറ്റും. അതെ അതെ. പിന്നെ പോട്ടാ അളിയ. ഓ, ചെന്നിട്ടിനി എന്താ അടുത്ത പരിപാടി? കരാട്ടെ ക്ലാസ് ഉണ്ട്. ആഹാ, കൊള്ളാല്ലേ? അതെ അതെ, കൊണ്ടും കൊടുത്താണ് ഈ പരിവായത്. നന്നായി.